ന് അർപ്പിക്കുകയാണ്. അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയ ജനങ്ങൾ വി എസിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകളാകെ. ഇന്നലെ രാത്രി ഞങ്ങൾ വളരെ പണിപ്പെട്ടാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി എസിൻ്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നവരെ നിയന്ത്രിച്ചത്. അവസാനം രാത്രി 11:30 മണിക്ക് മൃതദേഹം അവിടെ നിന്നും വീട്ടിലേക്ക് എടുക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് ജനങ്ങൾ അതുമായി സഹകരിച്ചത്. തീർച്ചയായും വി എസിന് പകരം വി എസേ ഉള്ളൂ. അടിമതുല്യ ജീവിതം നയിച്ച കർഷക തൊഴിലാളികൾക്ക് അവകാശബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു പോരാളി. അനീതിക്കെതിരെ അദ്ദേഹം ഒരു പടവാളാണ്. അധർമ്മത്തിനെതിരെ അദ്ദേഹം ജനപക്ഷത്ത് ഉറച്ചു നിന്നു. ഭരണത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പദവി അദ്ദേഹം ഉപയോഗിച്ച് തെളിയിച്ചു കൊടുത്തത് ആഗോളവൽക്കരണത്തിനൊരു ബദൽ നയം ഇടതുപക്ഷത്തിൻ്റേതായി ഉണ്ടെന്നാണ്. അതോടൊപ്പം പ്രതിപക്ഷത്തിരുന്ന കാലം അദ്ദേഹം തെളിയിച്ചത് അഴിമതിയും ജനദ്രോഹ നടപടികളുമെല്ലാം തുറന്നു കാട്ടാൻ ആ അവസരത്തെ ഉപയോഗിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വി എസിന് പകരം വി എസ്. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസമാണ് നാം ഇപ്പോൾ ദർബാർ ഹാളിൽ ജനാവലി ആകെ അന്ത്യാഭിവാദ്യം എത്തിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. ഇപ്പോഴേ വലിയ ജനാവലി വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ മുതലുള്ള സമയക്രമീകരണം പാലിച്ച് തന്നെയായിരിക്കും ദർബാർ ഹാളിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയും. 2 മണിയോടുകൂടി ഇവിടുന്ന് എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആ സമയം കഴിഞ്ഞും ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടി വരും. അതോടൊപ്പം വളരെ വൈകി അവിടെ എത്തിയാൽ ആലപ്പുഴയിൽ ഉണ്ടാക്കുന്ന പ്രയാസവുമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക.